ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനൊരു കാരമൽ കസ്റ്റാർഡ് കേക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ വീട്ടിൽ തന്നെ കിട്ടുന്ന മുട്ട, പാലൊക്കെ വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല സോഫ്റ്റാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഓവണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചോ അല്ലെങ്കിൽ ചൂടോടുകൂടിയും കഴിക്കാവുന്നതാണ്. എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഒരു അരക്കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്യണം. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കാരമലൈസായി കിട്ടും. ഇതുപോലെ ഒരു ഗോൾഡൻ കളറായാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒരു കേക്ക് ടിന്നിലേക്കോ അല്ലെങ്കിൽ സ്റ്റീം ചെയ്യാൻ പറ്റുന്ന ഏതൊരു പാത്രത്തിലേക്കോ ഇതുപോലെ കാരമലൈസ് ഷുഗർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്കൊരു സൈഡിലേക്ക് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് 3 മുട്ട ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ വനില എസൻസ് ആണ്. അതുകൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതുപോലെ ഹാൻഡ് വിസ്ക് വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചാലും മതി. ഈ ഷുഗർ ഒന്ന് നല്ലതുപോലെ ഇതിൻ്റെ കൂടെ മിക്സ് ആവണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചില മുട്ടയ്ക്ക് നല്ല സ്ട്രോങ് സ്മെല്ലായിരിക്കും. അതെല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഓറഞ്ചിൻ്റെ തൊലി ചിരണ്ടിയത് അല്ലെങ്കിൽ ലെമണിൻ്റെ തൊലിയില്ലേ അത് ചിരകിയത് മീൻസ് ഗ്രേറ്റ് ചെയ്തത് അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ച് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇത് അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു 3 മുട്ട ഇട്ട് കൊടുക്കാം. ഇതിൽ നിന്ന് ഇതിൻ്റെ എഗ് യോക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. പൊട്ടാതെ സൂക്ഷിച്ച് ഇതുപോലെ മാറ്റിക്കൊടുക്കുക. ഇനി ഈ എഗ്ഗ് വൈറ്റ് നല്ലതുപോലെ ബീറ്റ് ചെയ്യണം. ഒരു ബീറ്റർ വെച്ച് തന്നെ ചെയ്യണം. ഹാൻഡ് വിസ്ക് ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബീറ്റർ വെച്ച് ചെയ്യുന്നതാണ് എളുപ്പത്തിലാവുന്നത്. നല്ലതുപോലെ പതഞ്ഞ് വരണം. അങ്ങനെ ഇത് കണ്ടില്ലേ, നല്ലതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒന്നോ രണ്ടോ മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ലതുപോലെ പഞ്ചസാര മിക്സ് ആയിക്കോളും. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ വനില എസൻസ് ആണ്. ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് മുട്ടയുടെ സ്മെല്ല് കുറഞ്ഞ് കിട്ടാൻ വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ലെമണിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നാൽ ഈ മുട്ടേൻ്റെ സ്ട്രോങ് സ്മെല്ല് ഉണ്ടാവില്ല. അങ്ങനെ വനില എസൻസും ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ പതഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 1/3 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചേർത്ത് അധികം ബീറ്റ് ചെയ്യരുത്. ജസ്റ്റ് ആ ഓയിലൊന്ന് മിക്സ് ആകുന്ന വരെ ബീറ്റ് ചെയ്താൽ മതിയാ. ഇനി ഇതിലേക്ക്
നമ്മുടെ മുട്ടയുടെ മഞ്ഞയില്ലേ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫോർക്ക് കൊണ്ട് ഇതുപോലെ മിക്സാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ബീറ്റർ വെച്ച് ഒരു ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ലോ സ്പീഡിൽ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇത്രയും മതി. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കണം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഇനി നമ്മുടെ മൈദ മിക്സ് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഓവർ മിക്സ് ചെയ്യരുത്. വളരെ സ്ലോലി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിത് മെല്ലെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ മെല്ലെ ഒഴിച്ചു കൊടുക്കണേ. ഇതിൻ്റെ കൂടെ മിക്സായി പോകുന്നില്ല. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഫോഴ്സ് ശക്തി കൂട്ടിയിട്ട് സ്പ്രെഡ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ വലിയൊരു പാത്രത്തിൽ 1 ഇഞ്ച് കനത്തിൽ വെള്ളം ഒഴിച്ച് തിളക്കുമ്പോൾ അതിലേക്ക് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ തട്ട് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഈ മിക്സ് വെച്ച് കൊടുക്കാം. അതിന് ഒരു ഫോയിലും പേപ്പറും കൊണ്ട് ടൈറ്റായിട്ട് കവർ ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ലൂസായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ആ ഫോയിലും പേപ്പറിന് ഒരു കത്തി വെച്ച് ചെറുതായിട്ടൊന്നൊരു 2-3 ഹോൾ ഇട്ട് കൊടുക്കണം. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു വലിയ മൂടിയെടുത്ത് എയറൊന്നും പുറത്തു പോകാത്ത വിധത്തിൽ ഇത് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ് മുതൽ ഒരു 50 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതൊരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിത് തുറന്നു നോക്കുകയാണ്. ഫോയിൽ പേപ്പറിൻ്റെ മുകളിൽ ചിലപ്പോൾ വെള്ളം ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിച്ച് എടുക്കണം. കേക്കിൻ്റെ മുകളിലേക്കൊന്നും ആവാതെ ശ്രദ്ധിച്ച് ഓപ്പൺ ആക്കണം. അങ്ങനെ നമ്മുടെ കേക്ക് ഇതാ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു സ്ക്യൂർ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി നോക്കുക. ഒട്ടും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം. നിങ്ങൾക്ക് തണുപ്പിക്കാതെ ചൂടോടുകൂടി കഴിക്കാനാണെങ്കിൽ ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് പുറത്ത് വെച്ചിട്ട് ഇതുപോലെ കത്തി കൊണ്ട് സൈഡൊക്കെ വെടിവെക്കുക. അതിൻ്റെ ഒരു പാത്രത്തിലേക്ക് തട്ടിക്കൊടുക്കുക. ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഉള്ളതിന് ചൂടുണ്ട്. തണുപ്പിച്ചാൽ വേണ്ടത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടിക്കൊടുത്താൽ മതി. അത് ഇളകി വന്നോളൂ. ഇതൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി കസ്റ്റാർഡ് കേക്ക് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസി അല്ലേ ഉണ്ടാക്കാൻ വേണ്ടി. ഗസ്റ്റ് വരുമ്പോഴും പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാൻ നല്ല ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി പുഡിംഗ് തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.